हरि ओम। हरि ओम। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुर्साक्षात् परब्रह्म तस्मै श्री गुरवे नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। हरि ओम। നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ്. ദിവ്യാത്മാക്കൾ വെട്ടിത്തെളിച്ചു തന്ന പാതയിലൂടെ അവരുടെ ഉള്ളറിവുകളെ ഏറ്റെടുത്ത് സാധകൻ അവൻ്റെ യാത്ര മുൻപോട്ട് തന്നെ പോവുകയാണ്. ഈ യാത്രയിൽ അവൻ തിരിച്ചറിയുന്ന ഉള്ളറിവുകളാണ് അവൻ്റെ ഗുരുവായി അവൻ്റെ കൂടെ പോകാറുള്ളത്. ആ ഉള്ളറിവുകളുടെ സ്വയം വിശകലനത്തിനുള്ള അർത്ഥവ്യാപ്തിയെ വർദ്ധിപ്പിക്കുന്നതാണ് ഒരു പ്രത്യക്ഷ ഗുരു അവന് നൽകുന്ന പാഠങ്ങൾ. തീർച്ചയായും കബീർദാസ് ജിയെ പോലെ ഒരു ധന്യാത്മാവിൻ്റെ ആ ധന്യതയിൽ നിന്നുള്ള വരികൾക്ക് ഒരു വിശദീകരണം നൽകുകയോ അല്ലെങ്കിൽ തൻ അറിവ് പകർന്നു നൽകുകയോ ചെയ്യുവാനുള്ള ഭാഗ്യം ഒരു മനുഷ്യജന്മത്തിൽ കിട്ടുന്നത് ആ സാധകൻ്റെ ഈ ജന്മത്തിലെ ഏറ്റവും പുണ്യമായ ഈ ജന്മത്തിലെ മഹാപുണ്യമാണ് എന്നുള്ളതിൽ സംശയമില്ല. നമ്മൾ ഏതാണ്ട് 12 ദോഹയോളം ഇപ്പോൾ കടന്നുപോയി കഴിഞ്ഞു എന്നാണ് ദാസൻ്റെ വിശ്വാസം. എന്തിനാണ് നമ്മൾ കബീർദാസ് ജിയിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത്? നമുക്കെന്താണ് അതിലൂടെ കടന്നു പോകുമ്പോൾ ലഭിക്കുന്നത്, സ്വായത്തമാകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന സാധകർക്ക് അവർക്ക് മനസ്സിലാകും അവരിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന ഭാരങ്ങൾ എന്തൊക്കെയാണ് എന്ന്. കബീർദാസ് നമ്മളോട് പറഞ്ഞു, നിന്റെ വീട് കത്തിക്കൂ എന്ന്. ആദ്യം ഒന്നമ്പരന്നെങ്കിലും നമ്മൾ ആ ഒരു പ്രോസസ്സ് ഇപ്പോൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ നിരന്തരം ഗുരുവിനെ ബന്ധപ്പെടുന്നതും ഗുരുവിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നതും. അപ്പോൾ സ്വതസിദ്ധമായ ഒരു ചോദ്യം വരാം, അവധൂത് ഗുരുക്കന്മാർ ഉപദേശങ്ങൾ നൽകാറുണ്ട്? തീർത്തും തെറ്റാണ് ദാസൻ്റെ ഭാഷ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയട്ടെ. ഒരിക്കലും ഒരവധൂത് ഗുരുവും ആരെയും ഉപദേശിച്ചതായി ഒരു ചരിത്രത്തിലും നമുക്ക് ബോധ്യപ്പെടില്ല. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ വാക്കുകളെ, ഗുരുവചനങ്ങളെ പൂർണ്ണ സമർപ്പണത്തോടുകൂടി അഹംരഹിതമായി സ്വായത്തമാക്കാൻ ശ്രമിക്കുന്ന ഒരു ശിഷ്യന് ആ ഗുരുവചനങ്ങളെ മനനം ചെയ്യാനുള്ള പ്രാപ്തി അവൻ്റെ ഗുരുവായി നൽകുകയും ആ മനനപ്രാപ്തിയിലൂടെ കിട്ടുന്ന അറിവുകളെ അവൻ്റെ അനുഭവമാക്കി മാറ്റി
അവൻ്റെ യാത്ര തുടർന്നു പോവുകയുമാണ് ചെയ്യാറുള്ളത്. അങ്ങനെയുള്ള ഒരു അവധൂത് ഗുരുവാണ്, ഒരു ഭക്തദാസനാണ് കബീർദാസ്. എന്താണ് മാനവർ തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ ഓരോരുത്തരെയും സ്വാമിയെന്നും ഗുരുവെന്നും ജ്യേഷ്ഠനെന്നും മറ്റുള്ള പല രീതിയിൽ പല നാമങ്ങളിൽ അഭിസംബോധന ചെയ്യുമ്പോൾ എന്താണ് വ്യത്യാസം? നമ്മൾക്ക് പറഞ്ഞു വയ്ക്കാം, ജീവാത്മാവും പരമാത്മാവുമായുള്ള വ്യത്യാസം, ഗ്യാപ്പ്, അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചാണ് നമ്മളുടെ അഭിസംബോധനയിൽ മാറ്റം വരിക. അപ്പോൾ നമുക്ക് ആലോചിക്കേണ്ടതായ വിഷയം, എന്താണ് വ്യത്യാസം? ജീവാത്മാവും പരമാത്മാവും എല്ലാം ഒന്നു തന്നെയാണ് എന്ന് പഠിപ്പിക്കുന്ന ഗുരുവിനോട് വീണ്ടും ജീവാത്മാവും പരമാത്മാവുമായി ഈ ലോകത്തിൽ നിലനിൽക്കുന്ന എനർജിയെ, ഊർജത്തെ നമുക്ക് വീണ്ടും ദ്വൈതത്തിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ, ഒരു ജീവാത്മാവിനെ പരമാത്മാവിൽ നിന്നും വ്യത്യാസപ്പെടുത്തുന്ന ഒരേ ഒരു കാര്യം, ആ ജീവാത്മാവിൽ യോഗമായ അടിച്ചേൽപ്പിക്കുന്ന അജ്ഞാനം മാത്രമാണ്. ആ അജ്ഞാനത്തിൻ്റെ ദൂരീകരണം എത്രമാത്രം നടക്കുന്നുവോ, എത്രമാത്രം ജന്മങ്ങളെടുത്ത് നാം അത് സാധ്യമാക്കുന്നുവോ, അപ്പോൾ നാം ആ പരമാത്മാവായി രൂപാന്തരം പ്രാപിക്കുകയും അഖണ്ഡമായ ആ ബോധത്തിൽ ഈ ലോകത്തെ നിലനിർത്തുന്നതും ഈ ലോകം തന്നെയായിരിക്കുന്നതുമായ ആ അഖണ്ഡ ബോധത്തിലേക്ക് നമ്മൾ ലയിക്കുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ബാക്കിയുള്ള ദോഹയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ ദോഹയിൽ ചോദ്യങ്ങൾ മാത്രമാണ് കബീർദാസ് നമ്മളോട് ചോദിക്കുന്നത്. ഉത്തരങ്ങൾ അവനവൻ്റെ പ്രാപ്തിക്കനുസരിച്ച്, തലത്തിനനുസരിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ദോഹയുടെ പ്രത്യേകത. അങ്ങനെ ഒരു യാത്ര തുടങ്ങുമ്പോൾ ഓർത്തിരിക്കണം, അവധു ഐസ ജ്ഞാൻ വിചാർ എന്നാണ്. ഈ ദോഹയുടെ പേര് എന്ന് പറയാൻ പറ്റില്ല. ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉവാച, ഋഷി ഉവാച എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ ഒരു ഉയർന്ന ചിന്തയാണ് ശരിക്കും ഈ ദോഹയിലൂടെ കടന്നു പോകുന്നത്. ആ അവസ്ഥയിലേക്ക് കടന്നു ചെല്ലുവാനാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അവധു എന്ന് പറഞ്ഞാൽ ശുദ്ധജ്ഞാനമാണ്. ശുദ്ധജ്ഞാനം എന്ന് പറയുമ്പോൾ അതൊരു ലിബറേറ്റഡ് സോളാണ്. ഈ ഭൗതികതയിലെ സകല കെട്ടുപാടുകളും വിട്ട് സ്വതന്ത്രമായി നിലനിൽക്കുന്ന അനിയന്ത്രിതമായ ഊർജമാണ് ആ അവധു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ നിലയിൽ നിൽക്കുന്ന ഒരു പരമാത്മാവിൻ്റെ ചിന്തയാണ് ഈ ദോഹ. അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങ് താഴെ ഏതോ ഒരു മൂലയിൽ എവിടെയോ ബ്രഹ്മാണ്ടങ്ങളുടെ അനേകായിരം ഭൂമികളുള്ള ധരിത്രികളുള്ള ഈ ബ്രഹ്മാണ്ടങ്ങളിലെ തന്നെ ഒരു ധരിത്രിയിൽ ഇങ്ങ് ബാലരാമപുരത്തിരിക്കുന്ന ദാസൻ എന്ത് പറയാനാണ്? പക്ഷേ ദാസനറിയാം, ഈ മേഖല മുഴുവൻ ആ ഊർജത്താൽ നിറഞ്ഞിരിക്കുന്നു, നമ്മുടെ ഗുരുവിൻ്റെ സാന്നിധ്യത്താൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ അതിനെക്കുറിച്ച് ദാസന് പറയാൻ കഴിഞ്ഞാൽ അത് മഹാഗുരുവിൻ്റെ അനുഗ്രഹം മാത്രമാണ്, ഇതിൽ ദാസൻ്റേതായി ഒന്നുമില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ആ ദോഹയിലൂടെ ഒന്ന് കടന്നു പോകാൻ ശ്രമിക്കാം. അങ്ങ് വാരണാസിയിലെ ഒരു ശുദ്ധ ബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെ വിധവയായ മകളെയും കൂട്ടി
രാമാനന്ദ മഹാരാജിൻ്റെ അടുത്ത് ചെന്നിട്ട് അനുഗ്രഹം ചോദിച്ചു. അപ്പോൾ രാമാനന്ദ പറഞ്ഞു, നിൻ്റെ മകൾക്ക് ഒരു മകനുണ്ടാകും. എന്ത് കേൾക്കരുതോ അതാണ് കേൾക്കത് എന്നുറച്ച് ഞെട്ടിപ്പോയ ആ ബ്രാഹ്മണൻ ചോദിച്ചു, ഇതെന്ത് വരമാണ് അങ്ങനെക്ക് തന്നത്? ഒരു പിതാവും ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ഒരു വരം അങ്ങനെക്ക് തന്നു എന്ന് പറഞ്ഞപ്പോൾ രാമാനന്ദ് പറഞ്ഞ മറുപടി, സംഭവിക്കേണ്ടത് സംഭവിക്കും, നീ വ്യാകുലപ്പെടേണ്ടതില്ല. നിന്റെ മകനിലൂടെ നിന്നെ ലോകമറിയും. ആ മകൻ ലോകഗുരുവായി മാറും. അതാണ് കബീർദാസിൻ്റെ ജനന രഹസ്യം. പലവിധമായ അഭ്യൂഹങ്ങളും കബീർദാസിൻ്റെ ജീവിതത്തെക്കുറിച്ചുണ്ടെങ്കിലും ചെറുപ്പം മുതലേ എന്തിനെയോ ഒന്ന് തിരഞ്ഞു പോകുന്ന ഒരു സ്വഭാവം കബീർദാസ് ജിയിൽ ഉണ്ടായിരുന്നു. ആ തിരച്ചിലിൽ അന്ന് ലഭിക്കാവുന്ന അറിവുകളെല്ലാം നേടിയെടുക്കുമ്പോഴും എന്തോ ഒരു അവ്യക്തത, ഒരപൂർണത തന്നിൽ നിറഞ്ഞു നിൽക്കുന്നതായി കബീർദാസ് ജിക്ക് തോന്നി. അങ്ങനെ ഏതോ ഒരു രാവിൻ്റെ ഏതോ ഒരു നിമിഷത്തിൽ അദ്ദേഹത്തിന് ആ പരമമായ ജ്ഞാനം ലഭിച്ചു. ഒരു പ്രത്യക്ഷ ഗുരുവിൻ്റെ അസാന്നിധ്യമാണ് തനിക്കുള്ള പോരായ്മ എന്നതിൽ നിന്നും തനിക്ക് ഗുരുവിനെ ലഭിച്ചേ മതിയാകൂ എന്ന ഉത്കടമായ ആഗ്രഹത്തിലേക്ക് കബീർദാസ് ജി ചെന്നെത്തി. ആ തിരച്ചിലിൽ അന്ന് ഭക്തിപ്രസ്ഥാനത്തിലൂടെ ഭഗവാന്റെ ലീലാപാരായണത്തിലൂടെയൊക്കെ വിശ്വപ്രശസ്തനായിരുന്ന രാമാനന്ദ് ജിയിലേക്ക് ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധ എത്തുകയും എന്നാൽ മതപരമായി വ്യത്യസ്തമായ ഒരു തലത്തിൽ നിന്ന് വരുന്ന ഒരാൾക്ക് തൻ്റെ ജ്ഞാനം പകർന്നു കൊടുക്കുവാൻ അദ്ദേഹം തയ്യാറാകാതിരുന്നതും ചെയ്തതോടുകൂടി ഇപ്പോൾ ഈ ദോഹയിൽ പറയുന്നത് പോലെ വ്യത്യസ്തമായ മാർഗം സ്വീകരിച്ചു കബീർദാസ് ജിയെ. തനിക്ക് തൻ്റെ ഗുരു ഇതാണ് എന്ന ഉത്കടമായ ചിന്തയിൽ നിന്നും ഗംഗയുടെ തീരത്തേക്ക് സുപ്രഭാതത്തിൽ എന്ന് പറയുന്നതിലുപരി ത്രിസന്ധ്യയിൽ, അങ്ങനെയാണല്ലോ രാവിലെയും വൈകിട്ടും ത്രിസന്ധ്യയാണുള്ളത്. ആ ത്രിസന്ധ്യയിൽ സന്ധ്യാവന്ദനത്തിനു വേണ്ടി എത്തിയ തൻ്റെ ഗുരുവിൻ്റെ മുമ്പിൽ ഗംഗയുടെ കൽപ്പടവുകളിൽ കുറുകെ കിടന്നു ഈ ശിഷ്യൻ. അത് ശ്രദ്ധിക്കാതെ തൻ്റെ ജപത്തിലൂടെ കടന്നു വന്ന ഗുരുവിൻ്റെ കാല് അറിയാതെ ആ തൃപ്പാദം ഈ ശിഷ്യൻ്റെ ശിരസിലമർന്നു. ഞെട്ടിപ്പോയ ഗുരു രാമ രാമ എന്ന് വിളിച്ചു. അതാണ് തൻ്റെ മന്ത്രോപദേശം എന്ന് തിരിച്ചറിഞ്ഞ ആ ശിഷ്യൻ ആ പാദം പണിയുകയും അങ്ങനെ അന്നത്തെ സാമൂഹിക വ്യവസ്ഥകൾക്ക് തീർത്തും എതിരായ രീതിയിൽ ആ ശാഠ്യത്തിന് മുമ്പിൽ, ആ സ്നേഹത്തിന് മുമ്പിൽ, ആ പ്രണയത്തിന് മുമ്പിൽ ആ ഗുരു കീഴടങ്ങുകയും അങ്ങനെ നമ്മുടെ കബീർദാസിനെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി രാമാനന്ദ് ജി സ്വീകരിക്കുകയും ചെയ്തു. ആ പ്രയാണത്തിൽ ഏതോ ധ്യാന നിമിഷങ്ങളിൽ കിട്ടുന്ന അറിവുകളാണ് ദോഹയായി അദ്ദേഹത്തിൽ നിന്നും പരിണമിക്കുന്നത്. ഇവിടെ അദ്ദേഹം പറയുന്നു, അവധു ഐസാ ജ്ഞാൻ വിചാർ ഭേരേം ചടേ സോ ആഘർ ഡൂബേ നിരാധാർ ഭയേ പാർ ഓഘट चले सो नगरी पहुँचे बाट चले सो लूटे एक ये बड़ी सब लपटाने के बांधों के छूटे मंदिर पेसी चाहम दिशी भीगे बाहर रहे तो सूखा सरी मारे तो सदा सुखारे अनमारे से दुखा बिल नैनान के सब जग देखे यह जग देखा अंधा कहे कबीर कुछ समझा परी है यह जग देखा धंधा. പരമമായ അറിവിൻ്റെ
ധന്യാത്മകമായ വിചാരമാണ്, ചിന്തയാണ് ഈ ഭാഷണം. ഇത് ശരിക്കും പറഞ്ഞാൽ, നമുക്ക് പരിചയമുള്ള ഭാഷയിൽ പറഞ്ഞാൽ, ഇതൊരു അവധൂത് ചിന്തയാണ്. അവധൂത് ചിന്തയുടെ പ്രത്യേകത നമുക്കറിയാം. ഓരോ അവധൂത് ചിന്തയിലൂടെ പോകുമ്പോഴും അത് വായിക്കുന്നവരുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യം ആ ചിന്തയിൽ പ്രതിഫലിപ്പിക്കാവുന്ന രീതിയിലാണ് ഓരോ അവധൂത് ചിന്തയും കടന്നു പോകുന്നത്. ഓരോരുത്തരുടെ തലത്തിനനുസരിച്ച് ഓരോരോ നിർവചനങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്നതാണ് ഓരോരോ അവധൂത് ചിന്തയും. ആ നിർവചനങ്ങൾ സ്വമനസ്സിൽ വെച്ച് ഗുരുവിനോട് ചോദിക്കുമ്പോഴറിയാം ശരിക്കുമുള്ള ചിന്ത എന്താണ്. വീടിന് വീട് വേണമോ? വീടിന് വീട് വേണമോ? സർവസുരക്ഷിതത്വത്തിനും വേണ്ടി നമ്മൾ പണിയിച്ച വീടിന് വീണ്ടും ഒരു സുരക്ഷിതത്വം ആവശ്യമുണ്ടോ എന്ന് നമ്മളോട് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ നമ്മൾ മറുപടി പറയും, ആവശ്യമില്ല. വീടിന് ഒരു വീട് വേണ്ട എന്നായിരിക്കും നമ്മളുടെ ഉത്തരം. അതുതന്നെയായിരിക്കും ഉത്തരവും. വേണ്ട എന്നു തന്നെയാണ്. കാരണം വീട് ആത്മാവിൻ്റെ കുടീരമാണ് എന്ന് ചിന്തിച്ചാൽ സർവതന്ത്ര സ്വതന്ത്രമായ ആത്മാവിന് പിന്നെയും ഒരു ബന്ധനമെന്തിന് എന്ന ചോദ്യമാണ് ഉണരുന്നത്. അപ്പോൾ വീടിന് വീട് വേണ്ട എന്ന് പറയുമ്പോൾ ശരീരം മാത്രം ചിന്തിച്ചു പോകുന്ന ഒരാൾക്ക് അത് അത്യാവശ്യമാണ് എന്ന് തോന്നിയാലും ശരീരത്തിലാണ് പരമാത്മാ ചൈതന്യം കുടികൊള്ളുന്നത് എന്ന് അറിഞ്ഞു പോകുന്ന ഒരു സാധകന് ഒരു വീടിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് വീട് കത്തിച്ചിട്ടുണ്ടോ എന്ന് നമ്മളോട് നേരത്തെ കബീർദാസ് ചോദിച്ചത്. ഈ പ്രപഞ്ചത്തിലെ നമ്മുടെ എല്ലാ പ്രാരാബ്ധങ്ങളുടെയും വീടാണ് നമ്മൾ കത്തിക്കേണ്ടത് എന്ന വലിയ കാര്യം നമ്മളോട് പല വിധത്തിൽ പറയുന്നതാണ് വീടിന് വീട് വേണമോ എന്ന അവധൂത് ചിന്ത. അങ്ങനെയുള്ള ചിന്തകളിൽ ഭേരേം ചടേസോ അധർ ഡൂബേ നിരാധാർ ഭയേ പാർ. കപ്പലിൽ കയറിയാൽ സമുദ്രത്തിൻ്റെ അഗാധതയിൽ മുങ്ങിപ്പോകും. അതല്ല, നീ സ്വയം പരിശ്രമിച്ചാൽ നിനക്ക് ഈ സമുദ്രത്തെ തരണം ചെയ്യാം. സ്വാഭാവികമായും നമ്മളെല്ലാം കപ്പലിൽ നമ്മുടെ ഒരു കംഫർട്ട് സ്റ്റേഷനുണ്ട്. നമുക്ക് നല്ലത്, ഏറ്റവും സ്യൂട്ട് എന്ന് തോന്നുന്ന ഒരു കംഫർട്ട് സ്റ്റേഷനിലാണ് നമ്മളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കംഫർട്ട് സ്റ്റേഷനിൽ സൗകര്യപ്രദമായ ഒരു അവസ്ഥയിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ഇത് മതി എന്ന സാധകന്റെ ചിന്തയാണ് ശരിക്കും ഈ കപ്പൽ. ഒന്നുകൂടി വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണ്. കുരുക്ഷേത്രത്തിൽ കൗരവ വംശത്തിലെ ദുര്യോധനെ നമുക്ക് മറക്കാൻ കഴിയില്ല. ദുര്യോധൻ എപ്പോഴും ദുര്യോധൻ്റെ കംഫർട്ട് സോണിലായിരുന്നു. എപ്പോൾ എടുത്തു നോക്കിയാലും നമുക്ക് കാണാം. പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്തായാലും, ചൂത് കളിക്കുന്ന സമയത്തായാലും, അല്ലെങ്കിൽ കാനനത്തിലേക്ക് പാണ്ഡവരെ പറഞ്ഞുവിടുന്ന സമയത്തായാലും എല്ലാം ഏറ്റവും അവസാനം 14 അക്ഷൗണിപ്പടയുടെ പിന്തുണയോടുകൂടി യുദ്ധം ചെയ്യുന്ന സമയത്തും
ദുര്യോധനൻ്റെ കംഫർട്ട് സോണിൽ തന്നെയായിരുന്നു. മറന്നുപോയ ഒരു കാര്യം, ഈ പടയെ നയിക്കാൻ അറിയാവുന്ന, നയിക്കേണ്ടിയിരുന്ന ആ പടനായകൻ മാത്രം അപ്പുറത്തായിരുന്നു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ദുര്യോധനൻ വിജയശ്രീ ലാളിതനായനെ. അത് മനസ്സിലാക്കാൻ അത്ര പെട്ടെന്ന് പറ്റില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ തൻ്റെ ചിന്തകളെ നല്ല രീതിയിൽ ബലപ്പെടുത്തേണ്ടതുണ്ട്. എപ്പോഴും ഞാൻ എന്ന ചിന്ത ഉള്ളിൽ സൂക്ഷിക്കുകയും, ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത്, ഞാനാണ് മുൻപിൽ എന്ന് ചിന്തിക്കുകയും, അതുകൊണ്ട് തന്നെ മറ്റുള്ളവരൊന്നും ആകാൻ പാടില്ല എന്ന് ചിന്തിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ കപ്പലിൻ്റെ നിലകളുടെ എണ്ണം കൂടും. ദുര്യോധനും അതുമാത്രമാണ് ചെയ്തത്. ഈ കപ്പലിൽ സുഖസൗകര്യങ്ങളാകുന്ന സുഹൃത്തുക്കളുടെ വചനങ്ങളിൽ വീണുപോയി ഒരിക്കലും ആ നേരായ പ്രകാശത്തെ കാണാൻ ശ്രമിക്കാതെ ദുര്യോധനൻ തൻ്റെ, ചിലരൊക്കെ പറയുമായിരിക്കും ദുര്യോധനൻ എല്ലാ കാര്യത്തിലും ആത്മാർത്ഥതയുണ്ടായിരുന്നു, എന്തു ചെയ്യുമ്പോഴും ആത്മാർത്ഥതയുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെതായ വഴിയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചിലരൊക്കെ പറയുമായിരിക്കാം ഒരുപക്ഷെ. പക്ഷേ ദുര്യോധനൻ തിരഞ്ഞെടുത്ത കംഫോർട്ട് സോണ് ഗുരുത്വമില്ലായ്മയുടെ കേന്ദ്രമായിരുന്നു എന്നുള്ളതാണ് ദുര്യോധനന് ഈ കുരുക്ഷേത്ര ഭൂമിയിൽ ഒന്നുമല്ലാതായി ഓടി ഒളിക്കേണ്ടി വന്നത്. ഇതേ ഒരു കുരുക്ഷേത്ര ഭൂമിയിലാണ് ഓരോ സാധകനും നിൽക്കുന്നത്. ഈ കുരുക്ഷേത്ര ഭൂമി തന്നെയാണ് സാധകന്റെ ഇരിപ്പിടം. നയിക്കാൻ അറിയാവുന്നവനെ സ്വീകരിക്കുവാനുള്ള ധാർമ്മികതയും സമർപ്പണവും അവനിലെത്തിയാൽ അവൻ്റെ സാരഥിയായി ഭഗവാൻ മാറും. അതിനെന്തു വേണം എന്ന് ചോദിച്ചാൽ, താനില്ല, തനിക്കുള്ളത് ഭഗവാനാണ് എന്ന ചിന്ത, കർത്തൃത്വം തനിക്കല്ല ഭഗവാനാണ് എന്ന പരമമായ ചിന്ത നമ്മളിലേക്ക് എത്തുമ്പോഴാണ് ഈ കപ്പൽ തകർന്ന് തരിപ്പണമാകുന്നത്. കബീർദാസ് ജി നമ്മളോട് പറയുന്നു, ഈ കപ്പലിനെ തകർത്ത് തരിപ്പണമാക്കണം. ഈ സുഖസൗകര്യങ്ങളിൽ, ഭൗതികതയുടെ ഈ കംഫോർട്ട് സ്റ്റേഷനിൽ, കംഫോർട്ട് സോണിൽ ഒരിക്കലും ഒരു സാധകൻ നിൽക്കാൻ പാടില്ല. അവൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ ഈ ഭൗതികതയുടെ കപ്പൽ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ആ സുഖലോലുപതയിൽ നമ്മുടെ ലക്ഷ്യം പോലും മാറിപ്പോകും. അമ്പേ ഈ കപ്പലിനെ തകർത്ത് ഈ ഭവസാഗരത്തിൽ മുങ്ങാതെ നമ്മൾ നമ്മുടേതായ പ്രയത്നം, നമ്മുടെ ഗുരുവിൻ്റെ അനുവാദത്തോടെ കൂടി പാദസമർപ്പണം ചെയ്യുകയാണെങ്കിൽ ഈ ഭവസാഗരത്തിലെ വ്യാഘ്രങ്ങളെല്ലാം എങ്ങനെയാണോ പത്മപാദർക്ക് പത്മം വിരിച്ച് ശങ്കരാചാര്യരോടൊപ്പം പോകാൻ ഈ പരിതസ്ഥിതി അനുവദിച്ചത്, അതേപോലെ പ്രേമമാകുന്ന പത്മത്തിൽ നമുക്കോരോരുത്തർക്കും കാൽ വെച്ച് മുൻപോട്ട് പോകുവാൻ, നമ്മുടെ ഗുരുവിനൊപ്പം ചരിക്കുവാൻ നമ്മളെ ആ സാക്ഷിത്വം അനുഗ്രഹിക്കും. അതുകൊണ്ട് ഈ കപ്പലിൻ്റെ സുഖസൗകര്യങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞ്, ശരിക്കും നമ്മൾ പോകുന്ന കപ്പൽ സാഗരം കടത്തുകയല്ല, അതിൽ മുക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ സ്വയം ആ കപ്പലിനെ തകർത്ത് ഈ തിരമാലകളെ ഒന്നടങ്കം നേരിട്ട്, ഒരു സാധകൻ ഒരിക്കലും ഒരു കംഫോർട്ട് സോണില്ല.
ഒരിക്കലുമില്ല. കാരണം അവനെപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കും. ഗുരു പറയാറില്ലേ, നിൽക്കരുത്, നടന്നുകൊണ്ടേയിരിക്കണം എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടേയിരിക്കണം. ഒരു കംഫർട്ട് സോണിലും സൗകര്യപ്രദമായ ഒന്നിലും കുടുങ്ങിപ്പോകുവാൻ അവൻ്റെ മനസ്സിനെ അനുവദിക്കരുത്. അങ്ങനെ തകർത്ത് മുൻപോട്ട് പോയാൽ ഇപ്പോൾ കബീർദാസ് ജി പറഞ്ഞ ആ സാഗരം നമുക്ക് കടക്കാൻ പറ്റും. അത് സ്വപ്രയത്നത്തിലൂടെയും സമർപ്പണത്തിലൂടെയും മാത്രമേ കടക്കാൻ കഴിയൂ എന്ന വലിയ അറിവ് സാധകനിൽ നിക്ഷേപിക്കുന്നതാണ് ശരിയായ ഗുരു ചെയ്യുന്നത്. भेरें चढ़ेसो अदर डूबे निराधार भये पार, औखट चले सो नगरी पहुँचे बाट चले सो लूटे. കൊടുംകാട്ടിലൂടെയാണ് നമ്മുടെ യാത്ര. സ്വാഭാവികമായും നമ്മളെല്ലാം നോക്കും, തെളിച്ച പാതകൾ വല്ലതുമുണ്ടോ? പണ്ട് നടന്നുപോയ പാതകൾ, അന്നത്തെ കാളവണ്ടി പോലെയുള്ള ഏതെങ്കിലും വാഹനങ്ങൾ പോയ എന്തെങ്കിലും ഒരറിവ് അതുണ്ടെങ്കിൽ അതിലൂടെ പോകാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. കബീർദാസ് ജി നമ്മളെ ഓർപ്പിക്കുന്നു, അത് അപകടമാണ്. അങ്ങനെ പോയാൽ അടുത്ത ലക്ഷ്യമാകുന്ന നഗരത്തിലേക്ക് നിനക്കെത്താനേ കഴിയില്ല. അങ്ങനെ പോകാതെ ഈ കാട്ടിലെ വൈതരണികൾ എന്തൊക്കെയുണ്ടോ ആ വൈതരണികളെയെല്ലാം നേരിട്ടുകൊണ്ട് സ്വന്തമായി സ്വയം വഴിതെളിച്ചു പോകുന്നവന് മാത്രമേ ആ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ കഴിയൂ. ഔഖട്ട് ചലേസോ നഗരി പഹുഞ്ചേ ബാട്ട് ചലേസോ ലൂട്ടേ. ഇല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും, വഴിതെറ്റിപ്പോകും. നമുക്കറിയാം രാമായണത്തിലെ സീതയെ. ഏത് മാനവനിലും ഉള്ളിലേക്കെടുക്കാൻ ആഗ്രഹിക്കുന്ന പ്രതിഭാസമാണ് സീത. പരമാത്മാവിനോട് ചേർന്ന നിമിഷം മുതൽ, രാമചന്ദ്രനോട് ചേർന്ന നിമിഷം മുതൽ അതാണ് തൻ്റെ സൗഭാഗ്യമെന്ന് തിരിച്ചറിഞ്ഞ് രാമനോടൊപ്പം ചരിച്ചവളാണ് സീത. ആ സീതയ്ക്ക് ഒരേ ഒരാഗ്രഹമേ ഉണ്ടായൂ. അത് ആ ജീവാത്മാവിൻ്റെ ചരിത്രം തന്നെ മാറ്റിക്കുറിച്ചു. അല്ലേ? വനവാസത്തിന് പോകാൻ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല സീതാദേവിക്ക്. കാരണം തൻ്റെ പരമാത്മാവായ രാമചന്ദ്രൻ എങ്ങോട്ടാണോ പോകുന്നത് അവിടേക്ക് പോകാനൊന്ന് ആലോചിക്കുക പോലും വേണ്ടി വന്നില്ല സീതാദേവിക്ക്. തൻ്റെ ശരീരം മുഴുവൻ മറച്ചു കിടന്നിരുന്ന സകല കനകാഭരണങ്ങളും എടുത്തു കളഞ്ഞു സീത. വൽക്കലം ധരിച്ചു, രുദ്രാക്ഷമണിഞ്ഞു. രാമൻ എന്താണോ ചെയ്തത് അത് തന്നെ സീതയും ചെയ്തു, ഒരല്പം കൂടുതലായി. ഒരു സംശയവും ഉണ്ടായിരുന്നില്ല സീതാദേവിക്ക്. കാനനത്തിലെ ദുർഘടങ്ങളൊക്കെ തൻ്റെ പ്രാണനാഥൻ്റെ പാദപതനത്തിൽ പുണ്യഭൂമിയാണെന്ന് ധരിച്ചപ്പോൾ കാനനത്തിലെ ഒരു മുള്ളും സീതാദേവിയുടെ കാലിലേക്ക് വന്നില്ല. പക്ഷേ എത്ര ഉന്നതിയിലെത്തിയ ജീവാത്മാവായാലും യോഗമായയുടെ പ്രഭാവം ഒരു ചെറിയ നിമിഷം അവരിലേക്ക് ആവാഹിക്കപ്പെടാം. അത് തിരിച്ചറിഞ്ഞ സീതയുടെ മനസ്സിൻ്റെ രൂപമാണ് രാവണൻ. ആ മനസ്സിൻ്റെ രൂപം രാവണൻ അത് മനസ്സിലാക്കി, ഞാനുണ്ട് സീതയുടെ ഉള്ളിൽ. അത് ഉണർന്ന ഏതോ ഒരു നിമിഷം സീതാദേവിയുടെ മനസ്സിലെ രാവണൻ ഉണർന്ന ഏതോ നിമിഷം ആ കനകമയമായ മൃഗത്തിലേക്ക്
സീതാദേവിയുടെ ശ്രദ്ധ ചെന്നു. പരമാത്മാവിനെ വിട്ടു സീത. മുഴുവൻ ശ്രദ്ധയും ആ കനകമയമായ സമ്മോഹിതമായ എന്തോ ഒന്നിനോട് സീതാദേവിക്ക് തോന്നിയപ്പോൾ അത് സീതാദേവിയുടെ ചരിത്രമായി നമ്മൾ പഠിച്ചു തുടങ്ങി. വേണ്ട, കുഴപ്പമാണ് എന്ന് പരമാത്മാവ് കാല് പിടിച്ച് പറഞ്ഞിട്ടും സീതാദേവിയുടെ മനസ്സിൻ്റെ ഉള്ളിലെ രാവണൻ അത് അംഗീകരിച്ചില്ല. എനിക്കിത് വേണം. നമ്മുടെ ഉള്ളിലുമുണ്ടാ രാവണൻ. കനകമയ മൃഗമായ ആ മാൻ ഓടുമ്പോൾ അതിൻ്റെ ചാബല്യം കൂടി നമ്മൾ തിരിച്ചറിയണം. ഇപ്പൊ കിട്ടും എന്ന അവസ്ഥയിൽ നിന്നാണ് അങ്ങ് ദൂരേക്കത് തെന്നിമാറുന്നത്. കിട്ടി എന്ന് മനസ്സിലാക്കി, എന്നാൽ കിട്ടിയില്ല എന്ന് മനസ്സിലാക്കുമ്പോഴുള്ള ഒരു വികാരമുണ്ട്. രാമചന്ദ്രന്റെ അവതാരത്തിലൂടെ നമ്മളെ അത് കാണിച്ചു തരുന്നു. പരമാത്മാവിൻ്റെ ചിന്തകൾ പോലും മാറ്റിമറിക്കാൻ യോഗമായയുടെ ശക്തിക്ക് കഴിയും. അമ്പെയ്തു, ബാക്കിയെല്ലാം ചരിത്രമാണ്. രാവണൻ പൂർണ്ണമായി സീതയെ കവർന്നെടുക്കുന്നു. മനസ്സ് മുഴുവൻ രാവണൻ്റെതായി മാറി എന്നാണ് അർത്ഥം. അപ്പോഴും ആ സാധകയെ രക്ഷിക്കുവാൻ കാനനത്തിൻ്റെ വഴികളിൽ പലരും നോക്കി നിന്നിരുന്നു. സുഗ്രീവാദികളെ പോലെ, ജടായുവിനെ പോലെ സ്വജീവൻ പോലും പണയം വെച്ച് ഈ സാധകയുടെ ജീവിതം മലീമസപ്പെടാൻ പാടില്ല എന്ന് കരുതി പരമാത്മാവ് അവിടെല്ലാം ആളുകളെ നിർത്തിയിരുന്നു എന്നർത്ഥം. പിന്നീട് സീതാന്വേഷണത്തിന് പാത്രീഭൂതമാകുന്ന സീതയുടെ സ്വർണ്ണാഭരണങ്ങൾ ലഭിച്ച സുഗ്രീവനും സ്വജീവൻ പണയം വെച്ചുകൊണ്ട് സീതാദേവിയെ കണ്ടെത്തുവാനുള്ള ശ്രമത്തിനിടയിൽ രാമചന്ദ്രന് സഹായമായി മാറിയ ജടായുവും, വാനരന്മാർ പോലും ആ സഹായത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ചപല വികാരങ്ങൾ പോലും നമ്മളെ സഹായിക്കും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്നർത്ഥം. അങ്ങനെ ലങ്കയിൽ ശിംശിബാവൃക്ഷ ചുവട്ടിലിരിക്കുന്ന സീത ഒരു സാധകന്റെ തിരുത്തലിന്റെ പര്യായമാണ്. താൻ ചെയ്തതെന്ത് എന്ന് ഗുരുവിൻ്റെ ഓർമ്മയിൽ, രാമചന്ദ്രന്റെ ഓർമ്മയിൽ സ്വയം മനനത്തിന് സീതാദേവി തൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുമ്പോൾ ആ സത്യം ബോധ്യമായി താൻ പരമാത്മാവിൽ നിന്നും സപ്തസാഗരങ്ങൾക്കും അകലെയായി എത്തിയിരിക്കുന്നു എന്ന സത്യം സീതാദേവി മനസ്സിലാക്കുകയാണ്. തൻ്റെ ഉള്ളിലെ രാവണന്റെ സ്ഥിതി കൃത്യമായി മനസ്സിലാക്കിയ സീതാദേവിക്ക് പിന്നെ ആലോചിക്കേണ്ടി വന്നില്ല. രാമ രാമ എന്ന ജപം പൂർണ്ണമായി തുടർന്നു സീത. അവിടെയും സഹായത്തിന് ഭക്ത ഹനുമാനെത്തി. രാമചന്ദ്രന്റെ ഒരംശം പോലുമുള്ള, അല്ലെങ്കിൽ അത്രയും മാത്രം ദൈവീകത വേണമെങ്കിൽ പറയാവുന്ന ആ സാധകൻ ഇവിടെ സീതാദേവിയുടെ സഹായത്തിനെത്തുമ്പോൾ സീതാദേവിയിലെ രാവണ മാനസത്തെ അഗ്നിക്കിരയാക്കുകയാണ് ആ ദാസൻ. അവസാനം അഗ്നി പരീക്ഷയിലൂടെ സീതാദേവി തിളങ്ങി നിൽക്കുകയാണ് നമ്മുടെ മുമ്പിൽ. ഒരു സാധകൻ എത്തപ്പെടുന്ന ഏറ്റവും ദിവ്യമായ മുഹൂർത്തമാണ് അഗ്നി പരീക്ഷണം. സമൂഹം പറയുമ്പോൾ ആ സമൂഹത്തിൻ്റെ സംശയം തീർക്കാൻ പരമാത്മാവ് പോലും, സാക്ഷാൽ ഗുരു പോലും ഒരു സാധകനെ പരീക്ഷിക്കും. ആ പരീക്ഷണത്തിലും സ്വയം ചാമ്പലാകും. എന്തെങ്കിലും തന്നിൽ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അതും ചാമ്പലാകും എന്ന ബോധം, എന്ന സമർപ്പണമുള്ള സാധകനാണെങ്കിൽ ആ അഗ്നി അവൻ്റെ ഇല്ലമായി മാറും. അതിലൂടെ ഒരു സാധകൻ ആ പരമാത്മാവുമായി ചേരുന്ന അഭൗമമായ മുഹൂർത്തമെത്തും.
ഇവിടെയും അതുതന്നെയാണ് കബീർദാസ് പറയുന്നത്. വനത്തിലൂടെ പോകുമ്പോൾ വനത്തിലെ വഴിയെ തേടുകയല്ല, മറിച്ച് അറിഞ്ഞറിഞ്ഞ തൻ്റെ ഗുരുവിൻ്റെ സാമീപ്യത്തിലൂടെ സ്വയം വഴിതെളിച്ച് തൻ്റെ ഉള്ളിലെ രാവണനെ നിഗ്രഹിച്ച് അഗ്നിപ്രയാണം നടത്തി നീയായി മാറുന്ന അഭൗമ നിമിഷത്തിനു വേണ്ടിയാണ് നിന്റെ ഗുരു കാത്തിരിക്കുന്നത് എന്നാണ് നമ്മളോട് കബീർദാസ് ജി ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് പരമ്പരാഗതമായ പാതകൾ നമ്മൾ വിടേണ്ടി വരും. ആ പാതകൾ വിട്ട് നമ്മുടേതായ പാതകൾ നമുക്ക് തുറക്കേണ്ടി വരും. അതിന് നമ്മളോടൊപ്പം ഗുരു മാത്രമേ ഉണ്ടാകൂ എന്ന സത്യം കൂടി നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമുക്കൊരു ഗജവീരനെ പോലെ ഈ സമൂഹത്തിൽ സഞ്ചരിക്കുവാൻ കഴിയും. एक जेबड़ी सब लपटाने के बांधे के छूटे. നമ്മളെപ്പോഴും പറയും പാശബന്ധിതരാണ് നമ്മളെന്ന് പറയും. പാശബന്ധിതരാണ് നമ്മളെന്ന് പറയുമ്പോൾ ഈ പാശത്തിൽ നിന്ന് മുക്തി നേടിയവരുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ആ പാശബന്ധത്തിൽ നമുക്ക് മുക്തി നേടാം. കബീർദാസ് ജി നമ്മളോട് പറയുന്നു, പാശബന്ധിതരായ ഒരുപാട് പേരില്ലേ, അത് മാറ്റിവെച്ച് അതിൽ നിന്നും മുക്തി നേടിയവരുണ്ട്, അതിൽ നിന്ന് എന്താ പറയുക സ്വതന്ത്രരായി പോയവരുണ്ട് എന്ന തിരിച്ചറിവ് നമുക്ക് കിട്ടണം. ഒരു സംശയവുമില്ല, കർമ്മപ്രാരാബ്ധങ്ങളുടെ പിടിക്കെട്ടുകളിൽ തന്നെയാണ് നമ്മൾ. അതിൽ നിന്ന് ഒരു മോചനം ആഗ്രഹിക്കണമെങ്കിൽ നമ്മൾ നമ്മളുടെ വഴിയിലൂടെ തന്നെ പോകേണ്ടി വരും. എന്താണ് ആ പാശമെന്ന് തിരിച്ചറിയുവാൻ ആ പാശത്തെ തിരിച്ചറിഞ്ഞ ഗുരുവിൻ്റെ സഹായം നമുക്ക് തേടേണ്ടി വരും. അങ്ങനെ ആ ഗുരുവിൻ്റെ സഹായം നമ്മൾ തേടിയാൽ, ആ പാശത്തെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും കബീർദാസ് ജി പോലെ, സൂർദാസ് ജി പോലെ ഈ പാശബന്ധനത്തിൽ നിന്നും മുക്തരായി സാക്ഷാൽ പരമഹംസരായി മാറിയ ഒരുപാട് പേർ നമുക്ക് മുമ്പേ പോയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ പ്രയാണം ആരംഭിക്കും. അതുകൊണ്ട് കബീർദാസ് നമ്മളോട് പറയുന്നു, ആ കയറിൽ ബന്ധിതനാകുകയല്ല, ആ കയറിനെ കാണുകയല്ല നമ്മൾ ചെയ്യേണ്ടത്, മറിച്ച് ആ കയറിൽ നിന്ന് മുക്തരായവരെ നമ്മൾ കാണണം, അവരെ നമ്മൾ അറിയണം, അങ്ങനെ നമ്മളും മുക്തരാകണം എന്നാണ് നമ്മളോട് കബീർദാസ് ജി പറയുന്നത്. അങ്ങനെയുള്ള ഒരു കയറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാണ് കബീർദാസ് ജിയുടെ ചോദ്യവും. एक जबड़े सब लपटाने के बांधे के छूटे. ഒരിക്കൽ രാമകൃഷ്ണ പരമഹംസരോട് ഉത്തംഗ ശൃംഗങ്ങളിൽ നിൽക്കുന്ന ഒരു സാധകൻ ചോദിച്ചു, അങ്ങെപ്പോഴും കേഴുകയാണല്ലോ, കാളിയമ്മേ കാളിയമ്മേ എന്ന് പറഞ്ഞു, രാമ രാമ എന്ന് പറഞ്ഞ്, പരമാത്മാവേ പരമാത്മാവേ എന്ന് പറഞ്ഞ് കേഴുകയാണെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയ സാധനങ്ങളൊക്കെ ചെയ്തിട്ടും എനിക്കെന്തുകൊണ്ടാണ് അങ്ങനെ കേഴാൻ പറ്റാത്തത്, ആ പരമാത്മാവിനെ അറിയാൻ പറ്റാത്തത് എന്ന് ചോദിച്ചു. രാമേശ്വരൻ പറഞ്ഞു, നീങ്ങി വാ. നേരെ നദിയുടെ പിന്നാലെ കൂടി അങ്ങോട്ട് കൊണ്ടുചെന്ന് അതിലങ്ങ് മുക്കി. മുക്കി എന്ന് പറഞ്ഞാൽ ഒരിക്കലും രക്ഷപ്പെടാത്ത രീതിയിൽ മുക്കി താഴ്ത്തി. പെടയത്തില്ലേ? പെടഞ്ഞു. മറ്റെല്ലാം മറന്നു, പരമാത്മാവിനെ മറന്നു, ജീവാത്മാവിനെ മറന്നു, തന്നെ മറന്നു. ഒരു കാര്യം മാത്രമേ അദ്ദേഹം ഓർത്തുള്ളൂ, ഒരല്പം വായു വേണം. തനിക്ക് രക്ഷപ്പെടാൻ ഒരല്പം വായു വേണം എന്ന ഒരു ചിന്ത മാത്രം ആ സാധകനിൽ അവശേഷിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ പൊക്കി. എന്തൊരു പണിയാണ് അങ്ങീ കാണിച്ചത്, ഞാൻ ശ്വാസം കിട്ടാതെ മരിച്ചു പോകില്ലായിരുന്നു എന്ന് പരമഹംസരോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ വായുവിന് വേണ്ടി നീ കിടന്ന് പിടഞ്ഞില്ലേ? അങ്ങനെ നീ എപ്പോഴെങ്കിലും പിടഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിനക്ക് കാണാം, സ്വാമിയെ കാണാം, കാളിയെ കാണാം. ഈ പെടച്ചിൽ ഒരു സാധകന്റെ ഉള്ളിൽ ഉണ്ടാകണം.
എന്തൊക്കെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വന്നാലും, ഈ ഭൂമിയിൽ പൂർണ്ണമായി കർമ്മബന്ധിതമായി എന്തൊക്കെ നമ്മൾ ചെയ്യേണ്ടി വന്നാലും, ഏതൊക്കെ ജോലികൾ നമ്മൾ ചെയ്യേണ്ടി വന്നാലും, എന്തൊക്കെയായാലും ഈ പിടച്ചിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട. നേരത്തെ പറയുന്ന ഇറച്ചിവെട്ടുകാരൻ്റെ കഥ പോലെ, നീ ഇറച്ചി വെട്ടു, മൃഗങ്ങളെ കൊല്ലൂ, എന്തു വേണമെങ്കിലും ചെയ്യൂ, പക്ഷേ ഈ പിടച്ചിൽ നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, നിനക്ക് ആ ദിവ്യത്വത്തെ, ആ അഖണ്ഡ ബോധത്തെ നിനക്ക് തൊട്ടറിയാൻ കഴിയും, നിനക്ക് അതായി മാറാൻ കഴിയും. അതുകൊണ്ട് മറ്റൊന്നിലും മനസ്സുറപ്പിക്കാതെ നീ നടന്നുകൊണ്ടേയിരിക്കുക. ഏറ്റവും വലിയ ഒരു പ്രത്യേകത നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഭൗതികത എപ്പോഴും കുളത്തിലെ പായൽ പോലെയാണ്. ഒരു രാമക്ഷേത്രം പണിഞ്ഞാലും, ഇനി എത്രയൊക്കെ നമ്മുടെ സംസ്കാരം പരിപോഷിപ്പിക്കപ്പെട്ടാലും, ഒരു ചെറിയ മന്ദത അതിനകത്തിൽ ഉണ്ടായാൽ, എങ്ങനെയാണോ നമ്മൾ കുളത്തിലെ പായൽ മാറ്റി മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ചുറ്റിനും ആ പായൽ വന്ന് നിറയുന്നത്, ഇതേപോലെ ഈ ഭൗതികത നമ്മളെ പിടിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ കാഠിന്യം നമ്മൾ മനസ്സിലാക്കിയാൽ, അതിൻ്റെ പച്ചപ്പിലെ അപകടം നമ്മൾ മനസ്സിലാക്കിയാൽ, കുളവൊക്കെ വൃത്തിയായി സൂക്ഷിക്കുന്ന നല്ല ഗുരുക്കന്മാർ ഈ ലോകത്തിലുണ്ട്. അവരുടെ പായലേ ഇല്ലാത്ത, സ്ഫടിക തുല്യമായ ജലത്തിന് സമാനമായ കുളത്തിൽ നിത്യസ്നാനം ചെയ്യുന്ന മഹാഗുരുക്കന്മാരിൽ ആരെയെങ്കിലും നമുക്ക് ചെന്നുപെടാൻ പറ്റിയാൽ, ഭാഗ്യം കൊണ്ട് നമ്മളിൽ അതിലൊരാളാണ് എന്നുള്ളതിൽ നമ്മൾ ഒന്നുകൂടി സമർപ്പണം ചെയ്താൽ, ഈ ഭൗതികമാകുന്ന പായൽ നമ്മുടെ വഴിയിൽ കടന്നുകൂടാതെ അതിനെ മാറ്റി സ്ഫടിക തുല്യമാക്കി നമ്മളെ കൊണ്ടുപോകും നമ്മുടെ അവധൂത് മഹാശയൻ. പക്ഷേ ഗുരുവിൻ്റെ വാക്കുകൾ ഓർത്തിരിക്കണം. പണ്ട് പറഞ്ഞതാണ്, കൂടിരുന്ന് ചായ കുടിക്കും, കൂടിരുന്ന് കഴിക്കും, കൂടിരുന്ന് സിനിമ ജോക്ക് പറയും, ഒക്കെ ശരി, ഞാൻ അടുത്തുണ്ടാകും, പക്ഷേ നിന്നിലേക്ക് എൻ്റെ ദൂരം വളരെ വലുതാണ്. അത് കുറയ്ക്കണമെങ്കിൽ നീയായി സമർപ്പണം ചെയ്യണം, നിന്നിലെ അയ്യെ കളയണം. സാധനയാണ് മാർഗം, മറ്റ് യാതൊരു മാർഗവും എന്നിലേക്ക് വരാൻ ഇല്ല എന്ന് നമ്മളോട് ഗുരു പണ്ട് പറഞ്ഞ കാര്യം ആരും മറക്കാതിരിക്കണം. അങ്ങനെ നമ്മൾ ഈ പാതയിലൂടെ മുൻപോട്ട് പോകുമ്പോൾ, മന്ദിർ പേസി ചാഹും ദിശി ഭീഗെ ബാഹർ രഹേ തോ സുഖ, മസരി മാരെ തോ സദാ സുഖാരെ, അന്മാരെ സെ ദുഃഖ. അദ്ദേഹം പറയുന്നത്, ഈ വീട്ടിൽ കയറി നിന്നാൽ മഴ നനയും, പുറത്തു നിന്നാൽ നനയില്ല. ഈ വീട്ടിൽ, ഈ ശ്രീകോവിലിൽ കടന്നു നിന്നാൽ മഴ നനയും, ഉറപ്പാണ്, നനഞ്ഞുകൊണ്ടേയിരിക്കും. പുറത്തു നിന്നാൽ നനയത്തില്ല, നന്നായി ഉണങ്ങും. ഏത് വീട്ടിൽ? ഭൗതികതയുടെ ഈ വീട്ടിൽ, തൻ്റെ ശരീരമാകുന്ന വീട്ടിലാണ് താൻ വസിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ തുടങ്ങിയാൽ, പ്രശ്നങ്ങളുടെ പുറത്ത് പ്രശ്നങ്ങളുടെ വർഷം നമ്മളിലേക്ക് വീണുകൊണ്ടേയിരിക്കും. എപ്പോഴും ഇതിൽ നനഞ്ഞു കുതിർന്ന് നമുക്ക് ആ നനവ് മാറ്റാൻ ശ്രമിക്കുകയേ ഉള്ളൂ മാർഗം അവസാനം വരെ. ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഒന്ന് മാറി നിൽക്കണം. ഈ ലോകത്തിൽ നിന്നും ശരീരമാണ് തൻ്റെ എല്ലാം എന്ന് വിശ്വസിക്കുന്നതിന് പകരം, ആ ശരീരത്തിൽ കുടികൊള്ളുന്നത് എന്താണോ അതെന്താണെന്ന് തിരിച്ചറിയുന്ന തൊട്ടടുത്ത മാർഗത്തിലോട്ട് നമ്മൾ മാറി നിന്നാൽ, നമ്മളിലെ ഈ പ്രാരാബ്ധമാകുന്ന നനവ് മാറി നമ്മൾ സുഖമായി, തണുപ്പെല്ലാം മാറി നമ്മളായി നമ്മുടെ യാത്ര തുടരാൻ പറ്റും. അതാണ് बिन नैनान के सब जग देखा
यह जग देखा अंधा, कहे कबीर कुछ समझ परी है, यह जग देखा धंधा. ഇതെല്ലാം തിരിച്ചറിയണമെങ്കിൽ നമുക്ക് ദിവ്യ ചക്ഷുസ് വേണം, അകക്കണ്ണു വേണം. അകക്കണ്ണുണ്ടായാൽ പോരാ, അകക്കണ്ണ് തുറക്കണം. തുറന്നല്ലോ. ഭാരത യുദ്ധത്തിൽ തൻ്റെ പാർത്ഥന് ആ അകക്കണ്ണ് സൃഷ്ടിച്ചു കൊടുത്തില്ലേ ഭഗവാൻ? കാണും. ഇപ്പോ കബീർദാസ്ജി പറഞ്ഞ ഈ യാത്രയിലെ കാര്യങ്ങളിൽ നിന്ന് അർജുനനെ അതിൽ നിന്ന് മാറ്റി നിർത്തി, കപ്പലിൽ നിറക്കി നിർത്തി, ചക്ഷുസ് കൊടുത്ത് കാണാൻ പറഞ്ഞപ്പോൾ അർജുനൻ തൻ്റെ ചിറ്റപ്പനെയും തൻ്റെ ഗുരുവിനെയും തൻ്റെ മുത്തച്ഛനെയും ഒന്നും കണ്ടില്ലല്ലോ. അതിലൂടെ നോക്കിയപ്പോൾ കണ്ടത് മുഴുവൻ ധർമ്മവും അധർമ്മവുമാണ്. തൻ്റെ വഴിയിൽ തനിക്ക് ആവശ്യമുള്ള ധർമ്മത്തെ തിരഞ്ഞെടുക്കുവാനാണ് ഭഗവാൻ ബാക്കി എന്തിനേയും അധർമ്മമാണെന്ന് ധരിച്ച് ഉന്മൂല നാശം ചെയ്യാനാണ് ഭഗവാൻ പറഞ്ഞത്. അവിടെ ബന്ധനങ്ങളൊന്നുമില്ല, അതിലൊന്നും നീ വീഴാൻ പാടില്ല. കണ്ടോ, നോക്കിയ പാർത്ഥൻ കണ്ടത് ഒരേ ആവരണം. ഭീഷ്മാചാര്യരിലും ദ്രോണാചാര്യരിലും ബാക്കിയുള്ള സകലരിലും ദുര്യോധനിലും കർണനിലും എല്ലാം കണ്ടത് ഒരേ ആവരണം, അധർമ്മത്തിൻ്റെ ആവരണം. ഇത്രയൊക്കെ പറഞ്ഞ് ദിവ്യചക്ഷുസ് കൊടുത്താലും ബോധ്യപ്പെടില്ല എന്നുള്ളത് കൊണ്ടാണ് അവസാനം ഭഗവാൻ തൻ്റെ വിരാട് രൂപം കാണിച്ചു കൊടുത്തത്. അതാണ് മായയുടെ ശക്തി, ഒരു സാധനത്തിൽ ചെലുത്തുന്ന ശക്തി. തൻ്റെ പാർത്ഥന് വേണ്ടി ആ സാരഥി അപൂർവങ്ങളിൽ അപൂർവമായി ലഭിക്കുന്ന വിരാട് രൂപം വരെ ദർശനം ചെയ്തു കൊടുത്തു. എങ്ങനെയാണോ ഒരു ഗുരു ഒരു സാധകന്റെ പരമമായ പാതയ്ക്ക് വേണ്ടി തൻ്റെ തലത്തെ താഴ്ത്തി 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 കൊണ്ടുവന്ന് അവനെ മുകളിലേക്ക് ഉയർത്താൻ ശ്രമിക്കുന്നത്, അതേപോലെ നിന്നിൽ ഞാനുണ്ട് എന്ന് ആ വിരാട് രൂപം ദർശിച്ച അർജുനന് ബോധ്യമായി. അതിൽ തന്നെയാണ്, തൻ്റെ ഗുരുവിൽ തന്നെയാണ് തൻ്റെ നിലനിൽപ്പ് എന്ന മഹാസത്യം അർജുൻ അവിടെ വെച്ച് തിരിച്ചറിഞ്ഞപ്പോൾ ആശങ്കകളെല്ലാം മാറി തൻ്റെ വഴി നേരെ അദ്ദേഹം തുറന്നിട്ടു. പിന്നീട് നടന്നതൊക്കെ ധർമ്മത്തിൻ്റെ വിജയമാണ്. അതുകൊണ്ട് കബീർദാസ് ചോദിക്കുന്നു, ഞാൻ പറഞ്ഞത് വല്ലോ മനസ്സിലായോ? ഞാൻ പറഞ്ഞത്, കബീർദാസ്ജി നമ്മൾ ചോദിക്കണം, ഞാൻ പറഞ്ഞത് വല്ലതും മനസ്സിലായോ? ആ അധരങ്ങളിൽ നിലനിന്നിരുന്ന, എപ്പോഴും നിലനിൽക്കുന്ന ഒരു പുഞ്ചിരിയുണ്ട്. ആ പുഞ്ചിരി നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഈ ലോകം ഭ്രാന്തനെന്ന് മുദ്രകുത്തിയ നാറാണത്ത് ഭദ്രന്റെ മുഖത്തും നമ്മൾ ആ ചിരി കണ്ടു. എടുക്കാൻ കഴിയാത്ത കല്ല് നട്ടുച്ചയ്ക്ക് ഉരുട്ടി മലയുടെ ഏറ്റവും മുകളിൽ കൊണ്ടുവച്ചിട്ട് ഉച്ചയായോടാ സൂര്യ, ഉച്ചിയിലായോടാ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ പിടിയങ്ങ് വിട്ട് അതിൽ ആമോദിക്കുന്ന, അട്ടഹസിക്കുന്ന ദിവ്യമായ പുഞ്ചിരി നമ്മൾ അവിടെ കണ്ടു നാറാണത്ത് ഭദ്രനിൽ. പ്രയത്നം ആവശ്യമുണ്ട് ഈ കല്ലിനെ തള്ളി മുകളിലെത്തിക്കാൻ. പ്രയത്നം ആവശ്യമുണ്ട്. ഈ കല്ലിനെ നമ്മൾ ക്ഷീണിച്ചാലും ഈ മലയുടെ ചരിവിൽ എവിടെയെങ്കിലും ഒന്ന് നിലനിർത്തണമെങ്കിൽ പോലും നമ്മുടെ പ്രയത്നം ആവശ്യമുണ്ട്. ഇതിനെ തള്ളി അങ്ങ് മുകളിൽ കൊണ്ടുചെന്നാലും പ്രയത്നം ആവശ്യമുണ്ട് അവിടെ നിർത്താൻ. ഒരു നിമിഷം നമ്മൾ അത് മറന്നാൽ അത് താഴേക്കുരുണ്ട് വീഴും, വീണ്ടും പൂർവസ്ഥിതിയിലെത്തും. നമ്മളാകെ അങ്കലാപ്പിലായി പോകും. പക്ഷെ അവിടെയും പുഞ്ചിരിച്ചുകൊണ്ട് ഇനിയും തനിക്ക് ദൂരമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന നാറാണത്ത് ഭദ്രൻ സൂര്യനോട് ചോദിക്കുകയാണ്, എന്ത് ദൂരമെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ആ സൂര്യനോട് ചോദിക്കുന്നു,
ഉച്ചയായോടാ. ഞാൻ ചെല്ലേണ്ടതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തിയോ? ഞാൻ അങ്ങ് ഉച്ചയിൽ തന്നെ എത്തിയോ? നമ്മുടെ പ്രയത്നങ്ങളെ നമ്മൾ സാഫല്യത്തിലെത്തിച്ചാൽ, ഒരു നിമിഷം നമ്മൾ അതിൽ നിന്ന് വിട്ടുപോയാൽ ആർത്ത് എന്താ പറയാ കരഞ്ഞ് വിലപിക്കുന്ന നമ്മൾ ആ ചിരി മറക്കാൻ പാടില്ല. ഇനി ആ ചിരി നമ്മളിൽ നിലനിർത്തണമെങ്കിൽ ഈ കല്ലായി നമ്മൾ മാറണം. എന്നും ഈ കല്ലിനെ ഉരുട്ടി ഉരുട്ടി സകല ശക്തിയുമെടുത്ത് ഒരാൾ മുകളിലോട്ട് കൊണ്ടുപോവാണ്. ഒരു നിമിഷം പോലും ഈ കൈ മാറ്റാൻ കഴിയില്ല. അങ്ങനെ ജാഗ്രതയോടുകൂടി ഈ കല്ലിനെ മുകളിലെത്തിക്കുകയാണ് ഒരാൾ. കല്ലോ എന്നാൽ എത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെതായ ലോകത്തിൽ വിഹരിക്കുകയും ചെയ്യുന്നു. മലയുടെ മുകളിലെത്തിയപ്പോൾ ഒരു നിമിഷം ഈ കൈയൊന്ന് മാറിയെങ്കിൽ, ആ കല്ലിന് സ്വയം നിലനിൽക്കാനുള്ള കഴിവ് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ തൻ്റെ നിലനിൽപ്പാണ് ഇതിൽ ഉള്ളത് എന്ന് ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ ആ കല്ല് താഴേക്ക് ഉള്ളത്തില്ലായിരുന്നു. ആ കല്ലായി നമ്മൾ ഒരിക്കലും മാറാതിരിക്കട്ടെ. സാധകനെ അനുദിനം അനുനിമിഷം ഗുരു മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു നിമിഷം പോലും ഗുരുവിന് റെസ്റ്റ് എടുക്കാൻ കഴിയില്ല. അങ്ങനെ കരുതലാമലകം പോലെ സാധകനാകുന്ന ഈ കല്ലിനെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ കല്ല് ഒന്ന് മനസ്സ് വയ്ക്കണം, ഞാൻ മുകളിലേക്ക് പോകേണ്ടവനാണ് എന്ന് മനസ്സ് വെച്ചാൽ അങ്ങ് ഉച്ചസ്ഥായിയിലെത്തി എന്ന് തോന്നലുണ്ടാകാതെ ആ മലയുടെ മുകളിൽ അവൻ അങ്ങനെ ഇരുന്നു കൊടുത്താൽ അവനിലും ആ മന്ദഹാസം വിരിയും. തീർച്ചയായിട്ടും ആ ഭദ്രനിൽ വിരിഞ്ഞ മന്ദഹാസം ആ കല്ലിലേക്ക് കൂടി പടരുവാൻ, ഈ രണ്ട് മന്ദഹാസങ്ങളും അഖണ്ഡമായ ബ്രഹ്മബോധത്തിൻ്റെ പ്രതിഫലനമാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ അത് ഒരു സാധകൻ്റെ ജീവിതത്തിലെ ശരിയായ മോക്ഷമാണ്. ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ അഖണ്ഡബോധത്തിൻ്റെ ഭാഗങ്ങളാണ് ഗുരുവും താനുമെന്ന വലിയ തിരിച്ചറിവ് നമ്മളിലേക്ക് കൊണ്ടുവരുവാൻ ഇതേപോലെയുള്ള ദോഹകൾക്ക് കഴിയട്ടെ. ഇതേപോലെ ഗുരുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളിലേക്കെല്ലാവരിലേക്കും ചൊരിയട്ടെ. ആ മന്ദഹാസം ഈ ലോകം മുഴുവൻ വിടരട്ടെ, ഓരോ ചുണ്ടുകളിലും ഉണരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.